അവരൊന്നും ഇതിനെക്കുറിച്ചൊന്നും പിന്നെ അറിഞ്ഞിട്ടൊന്നുമല്ല, അവരാരും അല്ല ഉണ്ടാക്കിയത്. അവരെ ബ്ലെയിം ചെയ്യേണ്ട ഒരു കാര്യമില്ല. അല്ല, അത് കാലാകാലങ്ങളിൽ കോൺഗ്രസിൻ്റെ അകത്തുള്ള ആരോപണമാണത്. അതെല്ലാ ഗ്രൂപ്പിലും അങ്ങനെയാണ്. അപ്പം ഗ്രൂപ്പിൻ്റെ അകത്ത് തന്നെ ഒരു ജനാധിപത്യ പ്രോസസ്സ് നടക്കുന്നുണ്ട്, ഒരു സെലക്ഷൻ പ്രോസസ്സ്, ഒരു ശക്തമായ ലീഡർഷിപ്പിനെ അവരെല്ലാം വെയിറ്റ് ചെയ്യുകയാണ്. കേരള കോൺഗ്രസ് അതപ്പതിച്ചു പോയി. ജോസ് കെ മാണിക്കൊക്കെ അത്ര ത്രാണിയേ ഉള്ളൂ. ഒരു പൊളിറ്റിക്കൽ വിഷനുമില്ല, ഒരു ഐഡിയോളജിയില്ല. കൊടുക്കുന്ന സുരേഷിന് ഒരു പ്രത്യേകത ഉണ്ട്, ഒരു ബുൾഡോസറാണ് പുള്ളി പ്രവർത്തിക്കുന്ന മേഖലയിലൊക്കെ. എന്തുമാത്രം ആരോപണം, ആ സ്വപ്നം എന്തെല്ലാം പറഞ്ഞു. ഇതാണ് ബംഗാളിൽ തീർന്നു പോകാനുള്ള കാരണം. എല്ലാവർക്കും ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും മക്കളൊരു വലിയ വീക്ക്നെസ് ആകുക. നമുക്കിപ്പം കോൺഗ്രസ്സിൽ സീറ്റ് നിർണ്ണയിക്കാൻ വേണ്ടി ആർക്കൊക്കെ വിജയസാധ്യതയുണ്ട്, ആർക്കൊക്കെ വിജയസാധ്യതയില്ല എന്ന് പഠിക്കാൻ വേണ്ടി സുനിൽ കനകോലു നേതൃത്വത്തിൽ ഒരു സ്ട്രാറ്റജി വെച്ചിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിക്ക് അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ കേരളത്തിൽ? മറ്റു സ്റ്റേറ്റുകളിലൊക്കെ ആവശ്യമുണ്ട്. വിജയം കാണുകയും ചെയ്തു. കേരളത്തിൽ അത്ര ആവശ്യമൊന്നുമില്ല. എങ്കിൽ പോലും കേരളത്തിലും പിന്നെ ഞാൻ പറയില്ല, മാറിയ കാലഘട്ടത്തിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ സ്ട്രാറ്റജിക്കലായിട്ടും കമ്പയിൻ്റെ രംഗത്തും ഒക്കെ ഒന്നേ പറ്റുള്ളൂ. ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ മുമ്പിൽ കാണുന്നത് മിന്നുന്നതൊന്നും പൊന്നല്ല. സത്യമായിട്ടും പൊന്നല്ല. ഇത് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലമാണ്. ഇതെന്തൊക്കെയാ ഈ രാജ്യത്ത് ഇനി നടക്കാൻ പോകുന്നതെന്നുള്ളതിനെ കുറിച്ച് മനുഷ്യനെയൊക്കെ ഉണ്ടല്ലോ, അവൻ്റെ ആ മസ്തിഷ്കത്തെയും അവൻ്റെ എന്താ നടത്തുന്നത് അതിനെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യപ്പെടുക. ഇത് പറയുമ്പോഴാണ് ശരിക്കും കോൺഗ്രസിലുള്ള ഏറ്റവും വലിയ ഒരു പോരായ്മയായിട്ട് തോന്നിയിരുന്നത്, ഒരാൾ ഒരു സീറ്റിൽ മത്സരിച്ച് ജയിച്ചാൽ പിന്നീട് അത് അദ്ദേഹത്തിന്റെ ടെറിട്ടറിയാക്കി മാറ്റുകയും പിന്നീട് കസേര വിട്ടുകൊടുക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് കോൺഗ്രസിൽ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് കുഴപ്പങ്ങളുണ്ടാക്കി. കോൺഗ്രസിന് ഈ സമീപകാലത്ത് ഉണ്ടായിരിക്കുന്ന ഒരു വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണത്. മാത്രമല്ല, ഒരു ഹൈറാർക്കി ഒന്നാമത് പാർട്ടിക്കകത്തു നിന്നാണെങ്കിലും താഴെ തട്ടിൽ നിന്ന് ഇങ്ങനെ ഉയർന്നു വരുന്ന ഒരു രീതി വളരെ കുറവുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ വലിയ അക്സെപ്റ്റൻസ് ആയിരുന്നു ലീഡർഷിപ്പിന്. താഴെ തട്ടിൽ നിന്ന് ഓരോ ഘട്ടമായി വളർന്നു വരുന്ന ലീഡേഴ്സ് അവർ പറഞ്ഞാൽ താഴെയുള്ളവർ അംഗീകരിക്കും. അവനൊക്കെ ഒരു പ്രത്യേക ഒരു ടൈമിലേ കാണുകയുള്ളൂ. ഇപ്പോൾ 2-3 കൊല്ലം അല്ല 5 കൊല്ലം, ആ ടൈം കഴിയുമ്പോൾ അടുത്ത ആൾ മാറി വരും. KSUവിലൊക്കെ ഞങ്ങളൊക്കെ അങ്ങനെ ഓരോ വർഷവും ഇലക്ഷൻ ആയിരുന്നു. ഞാൻ KSUവിൻ്റെ പിന്നെ 72 പിന്നെ വിദ്യാഭ്യാസ സമരത്തിന് അതിന് തൊട്ട് മുമ്പ് നമ്മൾ KSU വരുന്നത് 71 കാലത്ത്. അപ്പം നമ്മൾ കോളേജിലോട്ട് വരുന്നേ ഉള്ളൂ. സ്കൂളിലും KSU ആണ്. ഞാൻ എൻ്റെ സ്കൂളിൽ ഞാനാദ്യത്തെ യൂണിറ്റിലെ ആള്. അപ്പം അങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് 7-8 കൊല്ലം കൊണ്ട് ഞാൻ സ്റ്റേറ്റ് പ്രസിഡന്റായി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ വർഷവും ഇലക്ഷനാണ്. അപ്പോൾ ഇലക്ഷനിൽ കൂടെ നമുക്ക് കയറി വരാൻ പറ്റും. എല്ലാ വർഷവും സംഘടനാ തെരഞ്ഞെടുപ്പാണ്. ഇതിപ്പോൾ അങ്ങനെ അല്ലാതെ വന്നു. ഇപ്പോഴത്തെ ഇലക്ഷൻ എന്നൊക്കെ എനിക്കിപ്പോൾ യൂത്ത് കോൺഗ്രസിലും NSUIയിലൊക്കെ നടക്കുന്ന ഇലക്ഷൻ്റെ രീതിയോടെ എനിക്ക് യോജിപ്പില്ല. ദേശീയ തലത്തിൽ നേരിട്ടാണ് നടത്തുന്നത്. പക്ഷെ അത് ഓരോ പ്രാവശ്യവും ഓരോ രൂപത്തിൽ വരുന്നു. പുതിയ പരീക്ഷണങ്ങളാണ്. പക്ഷെ ആ പരീക്ഷണങ്ങളൊന്നും പിന്നെ ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷന് വേണ്ടി പറ്റിയതാണെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. അല്ല, ഇത്തവണ തന്നെ നോക്കൂ, അത് പറഞ്ഞപ്പോഴാണ് യൂത്ത് കോൺഗ്രസിന്റെ ഇലക്ഷനിൽ ഉണ്ടായ ഏറ്റവും വലിയ ആരോപണം എന്നുള്ള വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയെന്നാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ പൊതു സ്വീകാര്യത നഷ്ടപ്പെടുകയില്ല. അല്ല, അത് ലീഡർഷിപ്പിലുള്ളവരൊന്നും അല്ല, ആയിരിക്കില്ല. അല്ല, ഇപ്പം 2 കൂട്ടത്തിലും മത്സരിച്ച സ്റ്റേറ്റ് പ്രസിഡന്റുമാരോ അങ്ങനെയൊന്നും ഉള്ളത്. ഇതൊക്കെ പ്രാദേശിക തലങ്ങളിൽ അവർക്ക് അവിടെ ജയിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ്. വളരെ പിന്നെ അതിനുള്ള ഷോർട്ട് കട്ട്സ് നോക്കുന്നതാണ്. കാരണം അത് ആ ഇലക്ഷൻ രീതി കൊണ്ടുണ്ടാക്കുന്നതാണ്. ഇവരെ അങ്ങനെ നിർബന്ധിതരാക്കുകയാണ് ഈ രീതിയിൽ ഷോർട്ട് കട്ടിക്കൂടെ ജയിക്കാൻ വേണ്ടിയിട്ട്. അതല്ലാത്ത യഥാർത്ഥത്തിലുള്ള ജെന്യുവനായിട്ടുള്ള പാർട്ടി വർക്കേഴ്സിന് വോട്ട് ചെയ്താണ് അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇത് വരില്ല. ഇത് പിന്നെ ഓൺലൈനിൽ കൂടെ ആർക്ക് വേണേലും ചേരാം, എന്ത് വേണേലും ചെയ്യാം. ഒരു തരം ഏർപ്പാടുകളായത് എനിക്കതിനോട് 1% യോജിപ്പുള്ളതല്ല. അതുകൊണ്ടാണ് ഈ രീതിയിൽ. അതിലിപ്പം കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരെ അതിന് നിർബന്ധിതരാക്കുക. അല്ലാണ്ട് ഇതിൻ്റെ ലീഡർഷിപ്പിൽ അന്ന് മത്സരിച്ച ഇപ്പം അന്ന് 2 ഗ്രൂപ്പിൻ്റെ ആയിട്ട് അന്ന് പിന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടും മറ്റേത് അബിൻ വർക്കിയാണ് മത്സരിച്ചത്. അവരൊന്നും ഇതിനെക്കുറിച്ചൊന്നും പിന്നെ അറിഞ്ഞിട്ടൊന്നുമല്ല. അവരാരും അല്ല ഇത് ഉണ്ടാക്കിയത്. അവരെ ബ്ലെയിം ചെയ്യേണ്ട ഒരു കാര്യമില്ല. അവരാരും അല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ല, പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള പ്രവണതകൾ, ഈ ആരോപണം ഉണ്ടായിരിക്കുന്നതൊക്കെ വലിയ വ്യാപകമായിട്ട് ഈ പറയുന്ന പോലെ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. എങ്കിലും പ്രാദേശിക തലത്തിൽ ഇത് വളരെ എളുപ്പത്തിൽ പിന്നെ എല്ലാവരുടെയും പിന്നെ ഒരു ID കാർഡ് അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു പിന്നെ അവർക്കൊരു 10 സെക്കൻഡിൻ്റെ ഒരു വീഡിയോ അത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ ചിലപ്പോൾ അവർ ചിലപ്പോൾ ഐഡൻറ്റി കാർഡ് ഉണ്ടാക്കും, ആളെ കിട്ടിയില്ലായിരിക്കും. ചിലപ്പോൾ ആളെ കിട്ടും, ഐഡൻറ്റി കാർഡ് കാണിയല്ല. അപ്പോൾ അതിന് ചില ഷോർട്ട് കട്ടുകളൊക്കെ അവർ കണ്ടുപിടിക്കും. അതൊക്കെ അല്ലാതെ അതൊന്നും വ്യാപകമായിട്ടൊരു ഇലക്ഷൻ ബ്രൈബ് ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു പുതിയ സംഭവമല്ല,
ഗ്രൂപ്പ് പോരാട്ടങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. നമുക്കറിയാം ഇപ്പം കരുണാകരനും എ കെ ആന്റണിയും വളരെ ശക്തരായ രണ്ട് നേതാക്കന്മാർ, ഇവർ രണ്ടുപേരും നിൽക്കുമ്പോഴും വലിയ രീതിയിൽ ഗ്രൂപ്പ് പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും അധികാരത്തിൽ വരാൻ വേണ്ടിയും കോൺഗ്രസ് ഐക്യം ഉണ്ടാക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും തന്നെ മുൻകൈ എടുക്കുമായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് വിഷയങ്ങളിലൊന്നും ഒരു ഐക്യരൂപം കാണുന്നില്ല. ഗ്രൂപ്പ് കേരളത്തിലെ പരമ്പരാഗത ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ശക്തിയായിരുന്നു. കാരണം ഇപ്പോൾ ഒരു ലീഡർഷിപ്പിനോട് എല്ലാവരോടെങ്കിലും അഭിപ്രായ വ്യത്യാസമാണെങ്കിൽ അവന് വേറൊരു ഭാഗത്തോട്ട് നിൽക്കാം. ഒരു പരിധിവരെയും ഒരു ഐഡിയോളജിക്കലായിട്ടുള്ളൊരു മത്സരം പോലെ തന്നെയായിരുന്നു. എല്ലാ ഐഡിയോളജിക്കലൊന്നും അല്ലെങ്കിൽ പോലും അതിനൊരു രണ്ട് ഗ്രൂപ്പിനും വ്യത്യസ്തമായ ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു, രണ്ടിനും അതിൻ്റെതായ രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ലീഡറൊക്കെ ആണെങ്കിൽ ആരെയും പിന്നെ വളരെ ഒരു കമാൻഡ് ചെയ്യുന്ന ഒരു ടൈപ്പായിരുന്നു. അതേസമയം ആൻ്റണിയുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ താഴെത്തട്ടുള്ള ഒരു എന്താ ഒരു കേഡർ സ്വഭാവത്തിലുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. അങ്ങനെ രണ്ടും രണ്ട് രൂപത്തിലുള്ള ഗ്രൂപ്പായിരുന്നു. അപ്പോൾ ഇവിടുത്തെ സാധാരണ ആൻ്റണിയുടെ കൂട്ടത്തിലുള്ളത് ഈ കേഡർ സ്വഭാവത്തിലുള്ളതായതുകൊണ്ട് അതിൻ്റെ അകത്ത് അധികം ചാടി വരത്തില്ല. അതേസമയം എല്ലാവർക്കും വന്ന് കയറാവുന്ന ഒരെണ്ണമായിരുന്നു ഐ ഗ്രൂപ്പ്. പക്ഷെ ഐ ഗ്രൂപ്പായിരുന്നു വലിയ പോപ്പുലറും. ഐ ഗ്രൂപ്പിനാണ് കൂടുതൽ ജനങ്ങളും കൂടുതലുണ്ടായിരുന്നത്, പ്രവർത്തകരും കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ രീതി കൊണ്ടാണ് ഐ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺഗ്രസ് ആണ്, കോൺഗ്രസിൻ്റെ യഥാർത്ഥത്തിലുള്ള രൂപമാണ്. മറ്റേത് ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ രൂപത്തിലായിരുന്നു. അതായിരുന്നു ഇതിൽ തമ്മിലുള്ള അപ്പോൾ അതുകൊണ്ട് ആ ഗ്രൂപ്പുകൾ പക്ഷേ അത് എപ്പോഴും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടല്ലോ പിന്നെ എല്ലാവരും കോമൺ കോസിന് വേണ്ടി അങ്ങ് നിൽക്കുമായിരുന്നു. പിന്നെ അതിനകത്ത് ഈ ലീഡർഷിപ്പിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യുന്ന ഈ ഗ്രൂപ്പുകളുടെ വീതം വെപ്പ് എന്നൊക്കെ പറയല്ലേ, അതിന് വലിയ ഗുണമുണ്ടായിരുന്നു. ഗ്രൂപ്പുകൾക്കകത്ത് ഒരു സെലക്ഷൻ സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ നിന്ന് അങ്ങനെ ചുമ്മാതെ ഇപ്പം ഞാൻ എവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എന്നെ അവിടെ വെറുതെ എന്നെ പൊക്കാൻ പറ്റത്തില്ല. ആ ഗ്രൂപ്പിലെ ഏറ്റവും സ്വീകാര്യത ഉണ്ടെങ്കിലേ ഉള്ളവനെ നമ്മൾ ഇവിടെ നിന്ന് പൊക്കിയെടുക്കുകയുള്ളൂ. അതെല്ലാ ഗ്രൂപ്പിലും അങ്ങനെയാണ്. അപ്പം ഗ്രൂപ്പിൻ്റെ അകത്ത് തന്നെ ഒരു ജനാധിപത്യ പ്രോസസ്സ് നടക്കുന്നുണ്ട്, ഒരു സെലക്ഷൻ പ്രോസസ്സ്, മെറിറ്റോറിയസ് ആയിട്ടുള്ള പ്രോസസ്സ് നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് അത് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം പിന്നെ ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഇപ്പം രണ്ട് ഗ്രൂപ്പ് അങ്ങ് മാറി ഇപ്പോൾ ഒരുപാട് ലീഡേഴ്സ്, ഗ്രൂപ്പല്ല, ഒരുപാട് ലീഡേഴ്സിന് എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത്. അപ്പം നമുക്ക് ഈ സെലക്ഷൻ എന്ന് പറയുന്നത് ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലൊന്നും നടക്കുന്നില്ല പലപ്പോഴും. അതൊരു വലിയ പ്രതിസന്ധിയിലേക്കാണ് വന്നിരിക്കുന്നുണ്ട്. ഈ ഭരണം മാറുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പ്രതിപക്ഷ നേതാവായിട്ട് സ്വാഭാവികമായിട്ടും ഭരണം കിട്ടിയില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് തുടരുമെന്നായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല വളരെ ആകസ്മികമായി അല്ലെങ്കിൽ പുറത്ത് മാറ്റി നിർത്തുന്നു, വേറൊരാളെ കൊണ്ടുവരുന്നു, വി ഡി സതീശനെ കൊണ്ടുവരുന്നു, KPCC പ്രസിഡന്റിനെയും മാറ്റി KPCC പ്രസിഡന്റ് പുതുതായിട്ട് വരുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് ഇതാ ശക്തിപ്പെടാൻ പോകുന്നു. കാരണം അതിന് KPCC പ്രസിഡന്റായി ചുമതലയേറ്റ കെ സുധാകരൻ കൊച്ചിയിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിനെ ഞങ്ങൾ ശക്തിപ്പെടുത്താൻ വേണ്ടി ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു, അതുപോലെ തന്നെ ഞങ്ങൾ കോൺഗ്രസിനെ സെമി കേഡർ സിസ്റ്റത്തിലേക്ക് വളർത്തിയെടുക്കുന്നു. യഥാർത്ഥത്തിൽ 2.5 വർഷമായിട്ട് ഒരു കേഡർ സിസ്റ്റത്തിലേക്ക് വന്നില്ല. എന്താ ഇതിൻ്റെ ഒരു കാരണം? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഈ നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് അതിൻ്റെ ഉത്തരവുണ്ട്. കാരണം ഞാൻ പറഞ്ഞ രണ്ട് ഗ്രൂപ്പായിരുന്ന ഒരു സംവിധാനമായിരുന്നു. ഈ പെട്ടെന്ന് അങ്ങോട്ട് ഞാൻ പറയില്ല, ഒരു 40-45 കൊല്ലമായിട്ട് നിൽക്കുന്ന ഒരു സിസ്റ്റം ഒന്നും പൊളിച്ചൊന്നും പെട്ടെന്നൊന്നും അങ്ങനെയൊന്നും പുതുക്കിപ്പണിയിലൊന്നും നടക്കത്തില്ല. കാരണം ഇതൊക്കെ ഓരോ ഞാൻ പറഞ്ഞില്ലേ, ഈ കേരളത്തിലെ കോൺഗ്രസിന് മുകളിൽ മുതൽ താഴെ വരെ ഓരോ സിസ്റ്റത്തിൽ നിൽക്കുന്നവരാ. അതിനെല്ലാം കൂടെ ഒറ്റ അടിക്ക് അങ്ങ് അടിച്ച് പൊളിച്ച് വേറെ ഒന്നിലാക്കി കളയാമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. സുധാകരനെ സംബന്ധിച്ച് പുള്ളിക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ള ഒരാളായിരുന്നു. പുള്ളി വലിയ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് പുള്ളി PCC പ്രസിഡന്റായിട്ട് വന്ന ഒരാളാണ്. പിന്നെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി കുറച്ച്, അതുകൊണ്ട് പുള്ളി ആഗ്രഹിച്ചതുപോലെ അത്രമാത്രം കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് ഒരു പരിധിവരെയൊക്കെ ഉണ്ടായി എന്നുള്ളത് അല്ല. അദ്ദേഹത്തിന്റെ ആരോപണം ആരോഗ്യ പ്രശ്നമായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നെ ആരും എൻ്റെ പല പദ്ധതികളെയും പിന്തുണച്ചില്ല, പല നേതാക്കന്മാരും പിന്തുണച്ചില്ല എന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണം. അല്ല, അത് കാലാകാലങ്ങളിൽ കോൺഗ്രസിൻ്റെ അകത്തുള്ള ആരോപണമാണത്. അതിപ്പോൾ രമേശ് ചെന്നിത്തലയുടെ കാലത്തും രമേശ് ചെന്നിത്തല നിയമസഭയിലും ഒക്കെ നന്നായിട്ട് പോരാടി പുറത്ത് പിന്നെ പാർട്ടിക്ക് അത്ര പിന്തുണ തന്നില്ല എന്നൊക്കെയുള്ള പിന്നെ പ്രയാസങ്ങളൊക്കെ പുള്ളിക്കുണ്ട്. പുള്ളി ഓപ്പണായിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ എല്ലാവർക്കും ഉണ്ട്. അത് ആളുകളുടെ വിലയിരുത്തലും ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഈ പ്രസിഡന്റ് ഓറിയന്റഡ് ആണ് ഈ പ്രസിഡന്റ്. അതെ. അപ്പം പ്രസിഡന്റ് ആക്ട് ചെയ്താൽ മതി. ആക്ട് ചെയ്യുമ്പോൾ ആളുകൾ പുറകെ വരും. അദ്ദേഹം ആക്ട് ചെയ്യുമ്പോഴൊക്കെ ആളുകൾ പാർട്ടി പുറകെ നിന്നിട്ടുണ്ട്. അല്ല, വി ഡി സതീശനെതിരെയുള്ള വേറൊരു ആരോപണം എന്ന് പറയുന്നത് നിയമസഭയിൽ വലിയ രീതിയിൽ പെർഫോം ചെയ്തിരുന്ന ഒരു MLA ആണ്. പക്ഷേ പ്രതിപക്ഷ നേതാവായപ്പോൾ
ഭരണപക്ഷത്തുള്ള നിരവധിയായ വീഴ്ചകളെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നണിക്ക് നേട്ടം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, ദുർബലനാണ് എന്നുള്ള വലിയൊരു അഭിപ്രായം പുള്ളിക്കെതിരെ വലിയൊരു ആരോപണം വലിയ രീതിയിൽ പുറത്തു വരുന്നുണ്ട്. സതീശൻ നല്ല ഡിബേറ്ററാണ്. അതെ, വളരെ കൊച്ചുനാൾ മുതലേ ഞാൻ സതീശൻ്റെ സീനിയറായിട്ടുള്ള ആളാണ്. അപ്പം എനിക്ക് വളരെ കൊച്ചുനാൾ മുതൽ എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ടാലൻറ്റ് ഞാനൊക്കെ തിരിച്ചറിയുകയും ഞാൻ അദ്ദേഹത്തിന് എന്നാലാവുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ആ കാലത്ത് നമ്മൾ ചെയ്തിട്ടുള്ള, കാരണം അത്ര നല്ല ഡിബേറ്ററാണ്. ഇത്ര കാര്യങ്ങൾ മനോഹരമായി പ്രസൻറ്റ് ചെയ്യാനും അതുപോലെ ഒരു വളരെ വളരെ വിശാലമായ ഒരു വായനയും വിവരവും കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമൊക്കെ ഉള്ള ഒരാളൊക്കെ തന്നെയാണ്. പിന്നെ സതീശൻ നിയമസഭയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, മോശമാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈ പറഞ്ഞതുപോലെ ഒരു സിസ്റ്റത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയിൽ ഒറ്റയടിക്ക് ഇതെല്ലാം കൂടെ ഒരു മാറ്റം വരുത്താനായിട്ട് ഉള്ള ശ്രമം നമ്മൾ പൂർണ്ണമായും വിജയിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. വിജയിക്കണമെന്നില്ല. പക്ഷേ ഇത് പ്രതിപക്ഷ നേതാവാണ്. നമുക്കറിയാം എല്ലാ കാലത്തും ഇരുന്ന പ്രതിപക്ഷ നേതാക്കന്മാർ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല നിരവധിയായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും സർക്കാരിന് പലപ്പോഴും പുറകോട്ട് പോയിക്കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം അതിനേക്കാൾ ഭീകരമായ അഴിമതിയും ഒരുപാട് ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അത് കൃത്യമായി പൊസിഷൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ വലിയ രീതിയിൽ പ്രതിപക്ഷം നേട്ടം ഉണ്ടാക്കാനോ പറ്റുന്നില്ല എന്നുള്ളതാണ് ആരോപണം. അല്ലാതെ ഞാൻ പറഞ്ഞല്ലേ, ഇപ്പം നമുക്കിത് സംഘടനയും പിന്നെ നമ്മുടെ നിയമസഭാ ലീഡർഷിപ്പും എല്ലാവരും ഇതൊക്കെ ജോയിൻ്റ് ആയിട്ട് നമുക്ക് ഇരുന്ന് ആലോചന ഉണ്ടാവണം. പരസ്പരം ആലോചിച്ച് പരസ്പരം തീരുമാനമെടുത്ത് ഒരു വാക്കും ഒരൊറ്റ അഭിപ്രായം പുറത്തു വരാവുള്ളൂ. പക്ഷെ അങ്ങനെയല്ലല്ലോ ഇപ്പം നടക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പുറത്തു വരാൻ പാടില്ല. അതാണ് ജനങ്ങളും ആഗ്രഹിക്കുന്നത്, കോൺഗ്രസ് വർക്കേഴ്സും ആഗ്രഹിക്കുന്നത്. ഒരഭിപ്രായം പുറത്തു വരാവുള്ളതാണ്. നിർഭാഗ്യവശാൽ ഒരഭിപ്രായമല്ല വെളിയിൽ വരുന്നത് എന്നുള്ളതാണ് ഇപ്പം നമുക്കുണ്ടായിരിക്കുന്നത്. ഇപ്പം എല്ലാവരും അഭിപ്രായം പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് കുറച്ചുകൂടി അച്ചടക്കമുള്ള ഒരു സംവിധാനമായി ഇത് പോയി കഴിഞ്ഞാൽ സുധാകരൻ്റെ പ്രവർത്തനവും നല്ലതാണ്, സതീശൻ്റെ പ്രവർത്തനവും നല്ലതാണ്, രമേശിൻ്റെ പ്രവർത്തനവും നല്ലതാണ്, എല്ലാവരുടെ പ്രവർത്തനവും നല്ലതാണ്. പക്ഷേ ഒരു സംഘടനാ സെറ്റപ്പ്, ഒരു ചട്ടക്കൂടിനകത്ത് പിന്നെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷനായിട്ട് പോയാൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ളൊരു വിജയം ഉണ്ടാകുകയുള്ളൂ. ജനങ്ങളുടെ ഭാഗത്തു നിന്നും പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അതനുസരിച്ചുള്ള സപ്പോർട്ടും ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ 7.5 വർഷമായി അധികാരം നഷ്ടപ്പെട്ടിട്ട് ഇനി ഒരു 2.5 വർഷം കൂടി കഴിഞ്ഞാൽ ഇലക്ഷൻ വരും. നമുക്കറിയാം കർണാടകത്തിലൊക്കെ കോൺഗ്രസ് വലിയ രീതിയിൽ തിരിച്ചടി കിട്ടിയപ്പോഴും അവർ ഗ്രാസ് റൂട്ട് ലെവലിൽ പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതാണ്ട് 1.5 വർഷം മുന്നേ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കരുക്കളും നീക്കി DK ശിവകുമാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിയാണ് പാർട്ടി തിരിച്ചു പിടിച്ചത്. തെലങ്കാനയിലെ അവസ്ഥ നോക്കൂ, തെലങ്കാനയിൽ കോൺഗ്രസ് സത്യത്തിൽ ഇല്ലായിരുന്നു. ആ കോൺഗ്രസിനെയാണ് യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ വളരെ ഭയങ്കരമായ ഒരു മാതൃകയാക്കാവുന്ന പ്രവർത്തനം നടത്തി ഈ 2 സ്റ്റേറ്റും വലിയ രീതിയിൽ മാതൃകയാക്കാവുന്നതാണ്. കേരളത്തിലെ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പം പ്രവർത്തനം തുടങ്ങിയാൽ ചിലപ്പോൾ വിജയിച്ചേക്കും. അല്ലെങ്കിൽ ഉണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ച് എപ്പോഴും ആലോചിച്ചു. ഈ പിന്നെ ഒരു പരിധിവരെയും ആന്ധ്രയേക്കാളും അതല്ലെങ്കിൽ പിന്നെ കർണാടകയെക്കാളും ഒക്കെ വലിയ വളക്കൂറുള്ള മണ്ണാണ് കോൺഗ്രസ്. അല്ല, കേരളത്തിന് വലിയ വളക്കൂറുള്ള മണ്ണ് തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ കൃത്യമായ ലക്ഷ്യബോധത്തോടെ ഇറങ്ങിയാൽ നന്നായി ചലിക്കുന്ന അണികളുള്ള സ്ഥലമാണ്. നമുക്ക് അവരെ ഏത് രീതിയിലും പ്രത്യാശ ഉണ്ടാക്കിയാൽ മതി. അവർക്ക് പ്രതീക്ഷ ഉണ്ടാക്കി കൊടുത്താൽ ആ നിമിഷം എന്തിനും തയ്യാറായി നിൽക്കുന്നത്. കാരണം കോൺഗ്രസ്സുകാരും ഇങ്ങോട്ടും പോയിട്ടൊന്നുമില്ല, മറ്റ് സ്റ്റേറ്റ് പോലും അല്ല, ഒരു സ്ഥലത്തോട്ടും പോയിട്ടില്ല, ഒരൊറ്റ പാർട്ടിയില്ല, ഒരു BJPയിലോട്ടും പോയിട്ടില്ല. പിന്നെ ഭിക്ഷാന്തേകികളായിട്ടുള്ള വല്ലവരൊക്കെ ചാടി അവിടെ ഇവിടെയും ചാടി പോയിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഒരു മനുഷ്യനും പോയിട്ടില്ല. പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയലൊന്നും ഒരു ചലനവും ഉണ്ടായിട്ടില്ല. പക്ഷേ പലരും നിരാശയുണ്ട്, അല്ലെങ്കിൽ പലരും പിന്നെ ആക്റ്റീവാണോ എന്ന് ചോദിച്ചാൽ പലരും ആക്റ്റീവ് അല്ല. പക്ഷെ അവർക്കൊരു പ്രത്യാശ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവരും ആക്റ്റീവാകും. എല്ലാവരും പ്രതീക്ഷയോട് തന്നെ ഒരു ശക്തമായ ലീഡർഷിപ്പിനെ അവരെല്ലാം വെയിറ്റ് ചെയ്യുകയാണ്. ആ ലീഡർഷിപ്പ് ഉണ്ടാക്കി, അത് കളക്റ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല, ഒരേ അഭിപ്രായത്തോടെ ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് ആണെങ്കിലും കുഴപ്പമില്ല, അത് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിൽ അടുത്ത പ്രാവശ്യത്തെ വിജയം എന്നൊരു പ്രശ്നമുള്ളതല്ല. കാരണം കോൺഗ്രസ് ചലിച്ചാൽ CPM ചലിക്കുന്ന പോലെയല്ല, എൻറ്റയർ സ്റ്റേറ്റ് ചലിക്കും, എല്ലാ വിഭാഗം ജനതയും ചലിക്കും. കാരണം ഇത് കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും ഹൃദയത്തിലുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ്. അത് അവരുടെ ഇടയിലാണ് ജീവിക്കുന്നത് ഈ പ്രസ്ഥാനം. അല്ലാണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ടൊന്നും കോൺഗ്രസ് മാർക്സിസ്റ്റുകാരെ പോലെ ഒരേ രൂപത്തിൽ നടക്കുന്നവരും ഒരേ രൂപത്തിൽ സംസാരിക്കുന്നവരും ഒരേ രീതിയിൽ എന്നും യോഗം കൂടി തീരുമാനം എടുക്കുന്നവരൊന്നുമല്ല. ഇത് ഒരു പിന്നെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു പ്രതിഷേധമാണ്.
ഇപ്പൊ നമുക്കറിയാം സി ആർ മഹേഷിനെ പോലെയുള്ള ആളുകളൊക്കെ ഒരിക്കലും കോൺഗ്രസിന് ജയിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് പോലും കൃത്യമായി 5 വർഷക്കാലം വളരെ വളരെ 5 വർഷക്കാലം മെനക്കെട്ട് സീറ്റ് പിടിച്ചു. 30,000 വോട്ടിന് ആ സീറ്റ് പിടിച്ചു. അത് LDF വലിയ തരംഗം ഉണ്ടാകുന്ന സമയത്ത് എന്നിട്ട് പോലും ആ സീറ്റ് പിടിച്ചു. ഞാൻ പറഞ്ഞ ആൾക്ക് പ്രതീക്ഷ ഉണ്ടാക്കി കൊടുത്താൽ മതി. കാരണം കോൺഗ്രസിനെ ഇഷ്ടമാണ്. വേറെ ഏത് പാർട്ടിയേക്കാൾ കൂടുതൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അതിൻ്റെ പ്രത്യേകതകൾ കൊണ്ട്, അതിൻ്റെ ആ ഒരു മനോഹാരിതയും അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റിയും അതിൻ്റെ ഒരു ജനാധിപത്യ ബോധവും അതെല്ലാം കൊണ്ടും മാത്രമല്ല വളരെ സോബറാണ്. ഒരിക്കലും ഒരു അട്രോസിറ്റീസിനൊന്നും കൂട്ടു നിൽക്കുന്നവരല്ല, വേറൊരു രീതിയിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വലിയ ഇഷ്ടമാണ്. പക്ഷെ അതിന് നല്ല കളക്റ്റീവായിട്ടുള്ള ലീഡർഷിപ്പ് ഉണ്ടാക്കി കൊടുത്താൽ, അതുപോലെ തന്നെ കളക്റ്റീവായിട്ടാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ സിംഗിൾ ലീഡർ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞപ്പോൾ ശരിക്കും ഒരു ക്രൗഡ് പുള്ളർ ഉണ്ടായിരുന്നു എല്ലാ കാലത്തും. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പത്മജ വേണുഗോപാലായിട്ടുള്ള സംഭാഷണത്തിൽ പറഞ്ഞത് കെ കരുണാകരനെ പോലെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു നേതാവിന്റെ ഒരു അപര്യാപ്തതയാണ് ഇന്ന് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. എക്കാനണിയെ പോലുള്ള കോൺട്രിബ്യൂഷൻ ഒക്കെ ഭയങ്കരം തന്നെയാണ് ഒരു കാലത്ത്. തീർച്ചയായും 70കളിലൊക്കെ നമ്മുടെ ആവേശം ആന്റണിയാണ്. ആന്റണി ഒന്ന് തൊടാൻ ആഗ്രഹിക്കുന്നവരായിരുന്നു കേരളത്തിലെ ചെറുപ്പക്കാർ. അത്രമാത്രം ഞാനൊരു പറയാം, കേരളത്തിലെ ഒരു തലമുറയെ സെക്യുലർ ആക്കി നിർത്തിയിട്ടുള്ളതിന്റെ പ്രധാന ആൾ ആന്റണിയാണ്. കേരളത്തിൽ അന്ന് അന്നത്തെ മോളെ മുദ്രാവാക്യമായിരുന്നു, KSUവിന്റെ മുദ്രാവാക്യമായിരുന്നു, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം. ഇത് KSUവിന്റെ മുദ്രാവാക്യം. ഇതിപ്പോ അതിനുശേഷം ഒരു സിനിമയിലൊക്കെ അത് SFIയുടെ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടു. ഒരു സിനിമയ്ക്കകത്തൊക്കെ SFIക്കാർ മുദ്രാവാക്യം, അതൊക്കെ KSUവിന്റെ മുദ്രാവാക്യം. അന്നൊന്നും SFI ഒന്നും അല്ല. കേരളത്തിൽ വലിയ പുരോഗമന ചിന്താഗതി കൊണ്ടുവരികയും ജാതി മത ചിന്തകൾ 1% പോലും കുട്ടികളുടെ പുതിയ തലമുറയിൽ ഇല്ലാതിരിക്കുന്ന വളരെ സെക്കുലറായ ഒരു സമൂഹത്തെ കേരളത്തിൽ കെട്ടിപ്പടുക്കുന്നത്, അത് ആന്റണിയുടെ ഒക്കെ പങ്ക് വളരെ വലിയ പങ്കാണ്. ആന്റണി വയലാർ വ്യാസത്തിന്റെ വലിയ പങ്കാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് BJP കേരളത്തിൽ പോലും, ഇത്രയും സെക്കുലർ മനസ്സുള്ള കേരളത്തിൽ പോലും BJP സീറ്റ് നേടാൻ വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള, ഇപ്പം നമുക്കറിയാം തൃശ്ശൂരിലൊക്കെ സുരേഷ് ഗോപിയെ നിലനിർത്തിക്കൊണ്ട് ഈ BJP നരേന്ദ്രമോദിയെ തന്നെ 2 തവണ, ഒരു മാസത്തിൽ 2 തവണ BJPന്റെ സമുന്നത നേതാവ് പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദി ഇവിടെ വരുന്നു. വലിയ രീതിയിലുള്ള മോദി ഗ്യാരണ്ടി എന്ന് പറയേണ്ടി വരുന്നു. ഇവിടെയുള്ള ആരുമല്ല പറയുന്നത്, സുരേഷ് ഗോപി അല്ല ഗ്യാരണ്ടി, മോദി നേരിട്ട് വന്ന് ഞാൻ ഗ്യാരണ്ടിയാണെന്ന് പറയുന്ന ഒരു ഭാഗത്ത്. അതൊരു PR ഏജൻസിയാണ്. അതുപോലെ തന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം നമ്മുടെ PC ജോർജൊക്കെ എന്ന് പറഞ്ഞ ഒരു കാലത്ത് വലിയ വിപ്ലവകാരിയായിരുന്ന PC ജോർജ് ഇപ്പം ഇന്നലെ പോയി ചേർന്ന് BJP പാളയത്തിൽ ചേർന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള വലിയ രീതിയിലുള്ള രാഷ്ട്രീയങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊന്നും വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാൻ പോകുന്നില്ല. പക്ഷേ കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ആ പഴയ ആന്റണിയുടെ കാലഘട്ടത്തിൽ KSU യൂത്ത് കോൺഗ്രസ് കേരളത്തിൽ കൊണ്ടുവന്ന ഒരു സെക്കുലർ മനസ്സുണ്ട് കേരളത്തിലെ യുവ മനസ്സുകൾ. അതെല്ലാം ഇപ്പം മിഡിൽ ഏജും അതിന് മേലെ സീനിയർ സിറ്റിസൺസൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ആ തലമുറയിൽ ഇന്നും ഒരു സെക്കുലർ ചിന്തയുണ്ട്. പുതിയ തലമുറയിലാണ് ഇത് കുറഞ്ഞു വന്നിരിക്കുന്നത്. പുതിയ തലമുറ സെക്കുലർ അല്ല. അതാണ് ഇപ്പം നമുക്ക് റോൾ മോഡൽസും ഇല്ല. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം കേരളത്തില്. മാത്രമല്ല പുതിയ തലമുറയിൽ ഇപ്പം ഞങ്ങളുടെ സെൻട്രൽ ട്രാവൻകൂറിലൊക്കെയാണ് കംപ്ലീറ്റ് 18 വയസ്സ് തികയുമ്പോൾ എങ്ങനെങ്കിലും വെളിയിൽ പോകണം എന്നുള്ള ഒറ്റ ചിന്തയാണ്. കേരളം വിട്ടുപോയിക്കൊണ്ടിരിക്കും. കേരളം വിട്ടുപോവുകയാണ്. നമ്മളിപ്പം നമുക്കറിയാം എറണാകുളത്തിന്റെ ഒരു പകുതിയുള്ള സ്ഥലങ്ങൾ, കോട്ടയത്തുള്ള ഭൂരിഭാഗവും, പത്തനംതിട്ട ഇടുക്കി ഭാഗത്തുള്ള ഏതാണ്ട് പകുതി നല്ലൊരു പങ്കും വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ 10 വർഷം കഴിയുമ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താവും? അത് ഞങ്ങളുടെയൊക്കെ ഏരിയ വലിയ പ്രശ്നം തന്നെയാവും. ചെറിയ കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമാണ്. അവിടെ കൃഷിഭൂമി ഒരു മനുഷ്യന് വേണ്ട. കേരളത്തിലെ ഏറ്റവും വലിയ, ഞാൻ എല്ലാ ദിവസവും ഞങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്ന കൃഷിഭൂമിക്ക് ഉണ്ടായിരുന്ന വില നേരെ പകുതിയായി, 3-1 അതിൻ്റെ ഫെയർ വാല്യൂ എന്ന് പറഞ്ഞ് സർക്കാർ ഇട്ടിരിക്കുന്ന അതിൻ്റെ ഇരട്ടിയാണ്. ഈ ഭൂമി ഒന്നും വിൽക്കാൻ പോലും പറ്റുന്നില്ല, രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ. കാരണം നമ്മളിപ്പോൾ 50,000 രൂപയ്ക്ക് ഒരു സെന്റ് സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ ഫെയർ വാല്യൂ 1 ലക്ഷം കിടക്കുക. അപ്പോൾ 1 ലക്ഷത്തിന് വേണം അത് അതിൻ്റെ ഡോക്യുമെന്റേഷൻ നടക്കാൻ. അപ്പം ഇത്തരത്തിലുള്ള ഇതൊക്കെ ഗവൺമെന്റ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ദുരന്തങ്ങളാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. അവിടെയൊന്നും കൃഷി ചെയ്യാനാളില്ല, കൃഷി ഭൂമി ആർക്കും വേണ്ട. ഒരു 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ് റബ്ബർ തോട്ടത്തിനൊക്കെ എന്തോ ഒരു ഡിമാൻഡായിരുന്നു. കൃഷിഭൂമിക്ക് എന്തായിരുന്നു, സ്വർണത്തിന്റെ വിലയായിരുന്നു ഭൂമിക്ക് വില. ആർക്കും വേണ്ട. ഇപ്പം ഈ റബ്ബറിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് കോട്ടയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ റബ്ബറിന്റെ രാഷ്ട്രീയം തന്നെ. അത് ഇപ്പം അല്ല, എല്ലാ കാലത്തും റബ്ബറിന്റെ രാഷ്ട്രീയമാണ്. ഇപ്പം മാണി കോൺഗ്രസിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ റബ്ബർ രാഷ്ട്രീയമായിരുന്നു. മാണി കോൺഗ്രസിനെ വിശേഷിപ്പിച്ചത് തന്നെ റബ്ബർ കോൺഗ്രസ് എന്നായിരുന്നു.
ഈ റബ്ബറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മുഖ്യമന്ത്രി നടത്തിയ ജാഥയ്ക്കിടയിൽ അവിടുത്തെ അവരുടെ എം പി നമ്മുടെ എന്നും അവരുടെ എന്നും പറഞ്ഞ എം പി എന്നാലും ജയിപ്പിച്ചു വിട്ടത് UDF ആണ്, പിന്നീട് LDF ആയ MP റബ്ബർ കർഷകരുടെ വിഷയം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി ക്ഷുഭിതനായി. ഈ രാഷ്ട്രീയം അവിടെ പ്രതിഫലിക്കും. ഈ രാഷ്ട്രീയമാണ് ഇപ്പോൾ അവിടെ ചർച്ച ചെയ്യുന്നൊരു വിഷയം. അവിടുത്തെ ഏറ്റവും വലിയ വിഷയം ഒന്ന്, ഈ പാല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു പ്രൈഡുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയുണ്ടെങ്കിലും പാലാക്കാരെ ശ്രദ്ധിച്ചാൽ അതൊന്നും ഇങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ മനസ്സിലൊരു വിഷമം, മനസ്സ് വിഷമല്ല, അവൻ പാലക്കാരനല്ല എന്നൊരു സ്റ്റാൻഡുള്ളവരാണ്. അത് മറ്റേ മലബാറിലും മുഴുവൻ മലയോരങ്ങളും കയറിയിരിക്കുന്നത് എല്ലാം പാലക്കാർ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടി ഒരു സ്ഥലത്ത് പാലായില് അവിടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് റബ്ബർ. ഈ ചാഴികാരൻ എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള, വളരെ പതുങ്ങി സംസാരിക്കുന്ന ഒരു പാവമാണ് പുള്ളി. അവിടെ വന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭ വരുന്നു എന്നല്ല പറയുന്നത്. അപ്പൊ ആളുകൾ മുഴുവൻ മന്ത്രിസഭ വന്നാൽ അതെ മലമറിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ള ആളുകളെ കൂട്ടിക്കൊണ്ടെന്ന് ഇരുത്തിയേക്കുന്നത്. ഇദ്ദേഹം സ്വാഗതത്തിൽ പറഞ്ഞിങ്ങനെ റബ്ബറിന് നമുക്ക് 250 രൂപയെങ്കിലും ആക്കിയെങ്കിലെങ്കിൽ നമ്മളൊരു വാഗ്ദാനം ഉണ്ടായിരുന്നത്, വാഗ്ദാനം എന്നൊന്നും പറഞ്ഞില്ല, 250 രൂപയെങ്കിലും ആക്കണമെന്നുള്ളതാണ് കർഷകൻ്റെ ഒരു ആഗ്രഹമാണ്. പിന്നെ ആ ചേർപ്പങ്ക് പള്ളിയിലേക്കുള്ള പാലം അതും 3-4 കൊല്ലമായി പൊളിച്ചിട്ട് അതിൻ്റെ പണിയൊന്ന് പൂർത്തിയാക്കണം. ഈ 2 കാര്യം ഒന്ന് പയ്യെ പറഞ്ഞോളൂ. അപ്പം തന്നെ റോഷിയേഷനെ പറഞ്ഞു വിട്ടു. റോഷിയേഷൻ ചെവി പോയി നിർത്താൻ പറഞ്ഞു. ഈ പാവത്താൻ അപ്പോഴേ നിർത്തി വെച്ച് ഇങ്ങനെ കൈകൂപ്പി നിൽക്കുക പാവം. വളരെ അങ്ങേര് കയറിച്ച് അങ്ങേരുടെ പേര് പോലും പറയുന്നില്ല, MP എന്നും പറയുന്നില്ല, ചാഴികാടെന്നും പറയുന്നില്ല. ഇനി പേരറിയാൻ മേലാഞ്ഞിട്ടാണെന്ന് അറിയത്തില്ല. പിന്നെ പിണറായി വിജയനെ ഇവരുടെ പേരൊന്നും അറിയത്തില്ല കേട്ടോ. പിണറായി വിജയൻ അവരുടെ പാർട്ടിക്കകത്തുള്ള MLA-മാരുടെയും പോലും വലിയ കാര്യമായിട്ട് അറിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരാളെയും കാണാൻ സമ്മതിക്കത്തില്ല. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പിണറായി വിജയൻ ഒരു നിവേദനം കൈപ്പറ്റുന്ന ഒരു പടമെങ്കിലും നിങ്ങൾ കണ്ടില്ല? വേറെ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടോ? അല്ല, ഒരു പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് ഒരു നിവേദനം പുള്ളി കൈപ്പറ്റുന്ന ഒരു പടമെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഉമ്മൻചാണ്ടിയായിട്ട് ആ കമ്പാരിസൺ ഒന്ന് ഓർക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ വന്നെടുത്ത് ചാഴികാരൻ ഇത്രയും പറയാം. അപ്പം പുള്ളി പറയാ, ഇവിടെ ഒരാള് സ്വാഗതം പറഞ്ഞു, അയാൾക്ക് ഇതുവരെ പിടികിട്ടിയില്ല ഇത് എന്തിനാ ഈ ജാഥ എന്നുള്ളത്. ഇത്രയും ദിവസമായിട്ട് അയാൾക്ക് മനസ്സിലായിട്ടോ ഈ ജാഥ പരാതി കേൾക്കാനുള്ളതല്ല, ഇത് എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടും എനിക്ക് ഭാവി ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും പറയാൻ വേണ്ടിയുള്ളൊരു ഏർപ്പാടായത് എന്ന് പറഞ്ഞ് അങ്ങ് ആട്ടി വിടുകയാണ്. അവിടെ നാണായിട്ട് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലെ കർഷകൻ്റെ പ്രശ്നമാണ് ഞങ്ങൾക്കുള്ളത് എന്നൊരു വാക്ക് തിരിച്ചു പറയാൻ പോലും കെൽപ്പില്ലാത്ത രീതിയിലേക്ക് കേരള കോൺഗ്രസ് അതപ്പതിച്ചു പോയി. ജോസ് കെ മാണിക്കൊക്കെ അത്ര ത്രാണിയേ ഉള്ളൂ. അതാണിപ്പം ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസിന് ഇപ്പം ഏറ്റവും വലിയ ക്ഷീണം സംഭവിച്ചിരിക്കുന്നത് അതാണ്. ഇപ്പം ജനങ്ങൾ പണ്ടൊക്കെ ഫൈറ്റേഴ്സായിരുന്നു കേരള കോൺഗ്രസ്. തെക്കൻ ഒരു കാലഘട്ടത്തിൽ കേരള രാഷ്ട്രീയം നിയന്ത്രിച്ചിരുന്നതാണ് കേരള കോൺഗ്രസ് അല്ല, സെൻട്രൽ ട്രാവൻകൂറിലെ ഒരു പരിധി വരെയുള്ള കർഷകർ അവരാണ് തീരുമാനിച്ചിരുന്നത്. അവിടെ നിന്ന് പോയിട്ട് പാലായി വന്ന് ആട്ടി വിട്ടിട്ട് അക്ഷരം തിരിച്ചു പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ മാത്രമല്ല, പിറ്റേന്നൊരു പടം കൂടെ ഈ ചാഴികാടൻ ഇങ്ങനെ കൈയും കൂപ്പി ഫ്രണ്ടിൽ ദയനീയമായിട്ട് നിൽക്കുന്നു. എന്തിനാ ഇയാളെയൊക്കെ ജയിപ്പിച്ചു വിടുന്നത് എന്നുള്ളൊരു ചിന്തയിലോട്ട്. എന്നിട്ട് അദ്ദേഹം തന്നെയാണ് വീണ്ടും LDF സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അവിടെയാണ് വിരോധാഭാസം. ഇതാ ഏതായാലും അത് ഭയങ്കരമായിട്ട് അതിപ്പോ നമ്മളാരും പറയാതെ തന്നെ അവിടെ ഭയങ്കര ക്യാമ്പയിനായി പോയി. ക്യാമ്പയിൻ എന്ന് വെച്ചാൽ നിസ്സാരമൊന്നുമല്ല. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയെ അവിടെ നിന്നാൽ അവർക്ക് എനിക്ക് തോന്നുന്നത് ജോസ് കെ മാണിയൊക്കെ ആ ഭൂമി വളർന്ന് താഴോട്ട് പോയാൽ മതിയായിരുന്നു ആ സമയത്ത്. ഇതിപ്പോൾ ആക്ഷേപിക്കേണ്ട, അല്ലെങ്കിൽ അയാൾ അവിടെ അന്തസ്സായിട്ട് നിന്ന് പറയണമായിരുന്നു. തിരിച്ച് വഴക്കും വയ്യാവില്ലെന്നുണ്ട്, അന്തസ്സായിട്ട് ഈ വിഷയം പറയണം, ഇത് ഞങ്ങൾക്ക് പറഞ്ഞേ പറ്റൂ എന്നെങ്കിലും പറഞ്ഞായിരുന്നെങ്കിൽ അതിനുള്ള ത്രാണിയൊന്നും ഇല്ലെന്നേ. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് 2-3 സീറ്റ് കിട്ടുക, കുറച്ച് പേരുടെ ജീവിതം കഴിച്ചു കൂട്ടുക എന്നുള്ളതല്ലാതെ ഇതിനപ്പുറത്ത് ഒരു വിഷനുമില്ല, ഒരു പൊളിറ്റിക്കൽ വിഷനുമില്ല, ഒരു ഐഡിയോളജി ഇല്ല, ഒന്നുമില്ലാത്ത വിഷനുമില്ല ഒന്നുമില്ലാത്ത ഏർപ്പാടാണ്. യാന്ത്രികമായി അതാ ഞാൻ പറഞ്ഞത്. കോട്ടയം പാർലമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ 100% അത് UDF തന്നെയായിരിക്കും. അല്ല, അത് നേരത്തെ ചോദിച്ചത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഇത്രയേറെ അഭിമാന പ്രശ്നമായിരിക്കുന്ന ഒരു മണ്ഡലമാണ് കോട്ടയം. എന്തുകൊണ്ടാണ് എന്നിട്ട് കോൺഗ്രസ് അത് സ്വന്തം സ്ഥാനം ഇത് വേണമെങ്കിൽ പൊതുസമ്മത ഞങ്ങൾക്ക് വേണമെങ്കിൽ വേറെ സീറ്റുകൾ മാറ്റി മാറാം. പക്ഷെ ഞങ്ങളെല്ലാം സിറ്റിംഗ് ആണ് എല്ലാ സ്ഥലത്തും. നല്ല ഭൂരിപക്ഷത്തിന് ഇടുക്കി കേരള കോൺഗ്രസ് ജോസഫിനെ വേണമെങ്കിൽ കൊടുക്കാവുന്നൊരു സീറ്റ്. പക്ഷേ ഡീനെ മാറ്റാൻ പറ്റും. 1.5 ലക്ഷം വോട്ടിന് ജയിച്ച് നിൽക്കുന്ന ഡീനെ നമുക്ക് അവിടെ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. പിന്നെ അവർക്ക് അങ്ങനെ പറ്റി. പിന്നെ വേണമെങ്കിൽ പത്തനംതിട്ടയൊക്കെ ആലോചിക്കാം. പത്തനംതിട്ടയൊക്കെ എന്ന് വെച്ചാൽ ഇവർക്ക് അതിനുള്ള പ്രോപ്പർ കാൻഡിഡേറ്റ്സും കാണിയാലോ അവിടെ.
അപ്പം ഇതെല്ലാം ഒരു വിഷയങ്ങളാണ് അവിടെ. അല്ല, കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം കോട്ടയത്ത് പി ജെ ജോസഫ് മത്സരിക്കണമെന്ന് തീരുമാനിക്കുകയും അവസാന ഘട്ടത്തിൽ മാണി കോൺഗ്രസ് ഒറ്റയാണ്, കെ എം മാണി ജീവിച്ചിരിപ്പുള്ള സമയമാണ്. പക്ഷെ അദ്ദേഹം അതിന് എസ് മൊളിയില്ല, കാരണം വയ്യാതായിരിക്കുന്ന സമയത്തായിരുന്നു എസ് മൊളിയില്ല. അങ്ങനെ വളരെ തർക്കത്തോടു കൂടി പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് അത് പിന്നെ വലിയ ഹ്യൂമിലിയേഷൻ ആയിപ്പോയി പി ജെ സാറിന്. അത് കാരണം പുള്ളിക്ക് ഒരു ലോക്സഭയിൽ പോവാന്നുള്ളത് പണ്ട് മുതലേ പുള്ളിയുടെ സ്വപ്നമാണ്. നടന്നില്ല. അപ്പം പുള്ളി ആ പാർട്ടിയുടെ നമ്പർ 2 ആയിട്ട് നിൽക്കുമ്പം ഒരു ലോക്സഭാ സീറ്റ് മാത്രമല്ല, ജോസ് കെ മാണി രാജ്യസഭ മെമ്പറുവാ. അതെ, ജോസ് കെ മാണിയുടെ കാര്യം ഒന്ന് ഓർത്ത് നോക്കണം. അപ്പുറത്ത് മാർക്സ് പാർട്ടി പോയി, അവരുമായിട്ട് മാറി നിന്നു, തിരിച്ചുവിടെ വന്ന് രാജ്യസഭ മേടിച്ചു. അത് മേടിച്ചുകൊണ്ട് അപ്പുറോട്ട് പോകുന്നു. ആ സമയത്ത് ഒരു വർഷം കൂടി MP ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് അത് രാജിവെച്ചിട്ട് രാജ്യസഭ വാങ്ങിക്കുന്നത്. അപ്പൊ അങ്ങനെ അതിനെല്ലാം ചെയ്താത്ത അന്ന് UDF കൂട്ടുന്നു, അതിനെല്ലാം കൂട്ടുന്നത് അത്രയും വില കൊടുത്തിട്ടാണ്. എന്നാൽ അപ്പോഴും ഇവനെ എങ്ങനെയും കൂടെ നിർത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. ഇവരെ എങ്ങനെയെങ്കിലും അവരെ കൂടെ നിർത്തണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. വെറുതെ പറഞ്ഞു വിടണ്ട, ഒരു വഴി കേൾക്കണ്ട എന്നുള്ള നിലയിലായിരുന്നു. പക്ഷെ ഞാൻ പറയില്ല, അവർ പോകാൻ തീരുമാനിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ അവരതൊക്കെ പറയുന്നത് വെറുതെ ന്യായോ, ഞങ്ങളെ പറഞ്ഞു വിട്ടെന്നൊക്കെ പറയുന്ന ഒരു കാര്യമില്ല. അന്ന് റോഷി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞാണ്. അല്ലാതെ റോഷിയൊക്കെ നിരപരാധിയാ അതിനകത്ത്. റോഷിക്കൊക്കെ UDF നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ തന്നെ. ഇത് റോഷിയുടെ അല്ലല്ലോ, ഇത് ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട ഒരു കോക്കസാണ്. അവരാണ് ഇപ്പം മാണി സാറിന്റെ ആത്മകഥയൊക്കെ ഇറക്കിയേക്കുന്നത്. ഒന്നും സാറൊന്നും പറഞ്ഞ കഥ. ഇതിപ്പോ മാണി സാർ മരിച്ചിട്ട് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പുസ്തകം ഇറങ്ങുന്നത്. യഥാർത്ഥത്തിൽ 5 വർഷം കഴിഞ്ഞിട്ട് ഒരു പുസ്തകം ഇറങ്ങുന്നു, അതിൽ ഒരുപാട് ആരോപണം ഉന്നയിക്കുന്നു. യാതൊരു അടിസ്ഥാനം ഉണ്ടോ അതിനെന്തെങ്കിലും? അതിനൊക്കെ അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാണി സാറിന്റെ ആയിട്ട് ചില ഊഹങ്ങൾ. സത്യത്തിൽ ആ പുസ്തകത്തിന്റെ ആ ഒരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇതൊരു പിന്നെ വേറെ 1-2 പേരുണ്ട് ഇതിന്റെ, കുര്യാസ് കുമ്പളക്കുഴി എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ. അവരെല്ലാവരും കൂടി ഇരുന്നുകൊണ്ട് ജോസ് കെ മാണിയുടെ ഒരു സംഘമാണ്. അവരൊക്കെ കൂടി എഴുതി തയ്യാറാക്കുന്ന ഒരു സാധനം അത്. അല്ലാതെ അതിൻ്റെ അകത്തൊന്നും ആദ്യ ഭാഗമൊക്കെ എനിക്കറിയാം മാണി സാറിൻ്റെ കൂടെ ഇരുന്ന് എഴുതിയ ആളുകളുണ്ട്. അതിൻ്റെ ഒരു മാണി സാറ് പിന്നെ ഒരു ലാസ്റ്റ് സമയം വരെ, ഈ UDF ഗവൺമെൻറ്റിൻ്റെ അവസാനത്തിന് മുമ്പ് വരെ ഉള്ള കഥകളെ സംബന്ധിച്ചൊക്കെ മാണി സാറിൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് ശേഷമൊക്കെ ലാസ്റ്റ് ഭാഗമൊക്കെ ഇവരൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തു കഴിഞ്ഞപ്പം അതിനെ വെള്ളം പൂശാനും അതിനെ ന്യായീകരിക്കാനും പൊതുജന സമൂഹത്തിൽ ഇവർ പോയതിന് ന്യായീകരണം കണ്ടെത്താനും ഒക്കെ ഉള്ള ഒരു വ്യാജരേഖയായിട്ട് പിന്നീട് അത് മാറി. ലാസ്റ്റ് ഒരു വ്യാജരേഖ തന്നെ അത്. ഇതാ ഇലക്ഷൻ വീണ്ടും നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഈ ഇലക്ഷനിൽ എല്ലാ സിറ്റിംഗ് MP-മാരും മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നു. ചില ഇപ്പം TN പ്രതാപനെ പോലെ, K മുരളീധരനെ പോലെയുള്ള ചില MP-മാർ ഞങ്ങൾക്കിത് സ്റ്റേറ്റ് രാഷ്ട്രീയത്തിലേക്ക് വരാനാണ് താല്പര്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ചിലപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത് എല്ലാവരും മത്സരിക്കാനായിരിക്കും. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, കൊടിക്കുന്നിൽ സുരേഷിനെ പോലെയുള്ള MP-മാർ കാലാകാലങ്ങളായി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇതൊക്കെ എന്ത് സന്ദേശമാണ് നൽകുന്നത്? അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊടിക്കുന്നിൽ സുരേഷിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു ബുൾഡോസറാണ് പുള്ളി പ്രവർത്തിക്കുന്ന മേഖലയിലൊക്കെ. ഒരു ഫുൾ ടൈം അവൈലബിൾ ആയിട്ടുള്ളൊരു പൊതുപ്രവർത്തനം. അയാൾക്ക് ചില ഗുണങ്ങളുണ്ട് സ്വാഭാവികമായിട്ട്. അപ്പം സ്വാഭാവികമായിട്ട് അതുകൊണ്ടൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ റിസർവേഷൻ സീറ്റുകളാണ്. അപ്പോൾ അത്രയും കോമ്പറ്റൻ്റ് ആയ വേറെ കാൻഡിഡേറ്റിനെ കിട്ടിയില്ല, മത്സരിക്കാൻ പറയും. അങ്ങനെ വന്ന് പുള്ളി ഇത്രയും കാലത്ത് അത് മത്സരിച്ചു. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആൻറ്റി ഇൻകംബൻസി ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച്, അത് സുരേഷിൻ്റെ കാര്യത്തിലല്ല, ടോട്ടല് പിന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഇമ്പാർഷ്യലായിട്ടുള്ള ഒരു പിന്നെ ഒരു ഏജൻസിയുടെ ഒരു അഭിപ്രായ സർവേ നടത്തുന്ന, ഒപ്പീനിയൻ സർവേ നടത്തുന്നത് നല്ലതാണ്. അത് നടത്തിയിട്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചേഞ്ച് ചെയ്യണം. ഇപ്പം തുടർച്ചയായി വരുന്നതിന് പകരം കുറച്ച് നേതാക്കന്മാരെ മാറ്റുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യില്ലെന്ന് അത് തീർച്ചയായിട്ടും. എന്നാലും ഒരുപാട് പേര് പുതിയ ആളുകളാ, മിക്കവാറും ഒക്കെ ആളുണ്ട്. ഇപ്പൊ ഒരു 2-3 പേരേ ഉള്ളൂ ഇതുപോലെയുള്ളത്. ബാക്കിയൊക്കെ ഉള്ളത് ഫസ്റ്റ് ടൈമാണ്. ഇപ്പം കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് എല്ലാവരും തന്നെ K മുരളീധരനും ലോക്സഭയിലോട്ട് പണ്ട് വേറെ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും വടകര ആദ്യമാണ്. ഇങ്ങനെ വടകര കോഴിക്കോടായിരുന്നു ആദ്യം, പിന്നെ വടകരയായി വന്നതേ ഉള്ളൂ. വേറെ അങ്ങനെയുള്ള ഒരുപാട് പേര്. MK രാഘവനാണെങ്കിലും അവിടുന്ന് ആ സീറ്റ് പിടിച്ചെടുത്ത ഒരാളാണ്. മൂന്നാം ടൈമാണ്. പ്രതാപൻ ആദ്യമാണ്. LLB പിന്നെ MLA ആയിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ മൊത്തത്തിൽ ഇപ്പൊ നമുക്ക് ഇന്ന ആളെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ വേണമെങ്കിൽ ഒരു ചെറിയൊരു കൃത്യമായ ഒരു സർവേ നടത്തിയിട്ട് നമുക്കൊരു പഠനം നടത്തേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ അത് നടത്തേണ്ടതാണ് പാർട്ടി. നടത്തിയിട്ട്
വല്ലതും ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇപ്പം നമുക്കിപ്പോൾ നമ്മൾ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് പോലും കേരള രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ പൊട്ടിത്തെറികളും പലതരത്തിലുള്ള അഴിമതി ആരോപണങ്ങളും ഒക്കെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊക്കെ ഈ വരാനിരിക്കുന്ന ഇലക്ഷനിൽ പ്രതിഫലിക്കും തോന്നുന്നുണ്ട്. ഞാൻ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മളെ ഇപ്പം കോൺഗ്രസ് രാഷ്ട്രീയമാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം അതിനേക്കാൾ അപകടകരമായ രീതിയിലാണ്, വളരെ അപകടകരമായ രീതിയിൽ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നോക്കുന്നത് നമ്മുടെ ബംഗാളിലെ 34 വർഷത്തെ ഭരണത്തിന് ശേഷം ലാസ്റ്റ് അവിടെ ഒരു തകർച്ച തുടങ്ങുമ്പോൾ അവിടെ കാണിച്ച ചില സിംറ്റംസും ചേഷ്ടകളും ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടായ. അത് ഏതാണ്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം പിണറായി വിജയന്റെ പുള്ളി എന്ത് വർത്തമാനം പറഞ്ഞാലും മിണ്ടാണ്ടിരുന്നാലും മോദിക്ക് പഠിക്കുക പുള്ളി. നരേന്ദ്രമോദിയെ പോലെ പുള്ളി ഒറ്റ ഏജൻസിയാണ്. ഒന്നിനും പ്രതികരിക്കുകയില്ല. നരേന്ദ്രമോദി 10 കൊല്ലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും പത്രസമ്മേളനം നടത്തിയിട്ടില്ല. പാർലമെന്റിൽ ഏതെങ്കിലും ഡിബേറ്റിൽ പങ്കെടുത്തിട്ടുണ്ടോ? ചില സ്റ്റേറ്റ്മെന്റുകൾ വന്ന് നടത്തി ഇറങ്ങിപ്പോയിട്ടേ ഉള്ളൂ. ഡിബേറ്റ് എന്ന് പറഞ്ഞ പുള്ളി ഒരിക്കലും വരികയല്ല. ചോദ്യം ഇങ്ങോട്ടുള്ളതിന് പുള്ളി ഒരിക്കലും മറുപടി പറയുന്നില്ല. മൻ കി ബാത്തിലെ പുള്ളി പറയുന്നത് അതാണ് പുള്ളിയുടെ ഒരു സ്റ്റൈല്. അതൊക്കെ ജനങ്ങളതെല്ലാം അംഗീകരിച്ചു. ഒന്നും മിണ്ടണ്ടേ, ഒരു ചോദ്യത്തിന് മറുപടി പറയണം, ഇഷ്ടമുള്ളത് ചെയ്തു എന്നുള്ള ലൈനിലോട്ടാണ് പുള്ളി BJP കൊണ്ടു നടക്കുന്നത് എന്ന് പറഞ്ഞതാണ് ഇപ്പം പുള്ളി കോപ്പി അടിച്ചുകൊണ്ടിരിക്കും. എന്തുമാത്രം ആരോപണം, ആ സ്വപ്ന എന്തെല്ലാം പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാഭിമാനം ഉണ്ടെങ്കിൽ നമ്മളൊരു വക്കീൽ നോട്ടീസെങ്കിലും വായിക്കും ആ സ്വപ്ന പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അത് വളരെ കൺവിൻസിങ് ആയിട്ട്, വളരെ മനോഹരമായ ലാംഗ്വേജിൽ, എത്ര കൺവിൻസിങ് ആയിട്ട്, വളരെ ജുഡീഷ്യസ് ആയിട്ടല്ല, വളരെ എന്താ പറയുക, നല്ല കൃത്യമായ ലോ പോയിന്റുകൾ ഉന്നയിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഒരെണ്ണത്തിന് ഒരു മറുപടിയും നാളിതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ മോളുള്ള വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പിന്നെ ഈ നടക്കുന്ന നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള മെഗാ പ്രോജക്റ്റുകൾ, എല്ലാ പ്രോജക്റ്റിൻ്റെ അകത്തും കമ്മീഷൻ ഉണ്ടെന്നുള്ള ഒരു പ്രചരണം, അത് ഇതുവരെ അവർക്കത് ഖണ്ഡിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, യഥാർത്ഥ കമ്മ്യൂണിസം, കേരളത്തിലെ യഥാർത്ഥ കമ്മ്യൂണിസത്തിൽ നിന്നും വലിയ വ്യതിചലനം ഉണ്ടായി. ഇതാണ് ബംഗാളിൽ തീർന്നു പോകാനുള്ള കാരണം. അപ്പം യഥാർത്ഥത്തിലുണ്ടായിരുന്ന പഴയ കമ്മ്യൂണിസ്റ്റുകാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമായത്. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ ഒരു സാധാരണക്കാരൻ, ഒരു പാവപ്പെട്ടവനെ നേരിട്ട് കണ്ട് അവൻ്റെ ഒരു സങ്കടം പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് കമ്മ്യൂണിസമാ, പിന്നെ എന്ത് ഇടതുപക്ഷമാ? അതേസമയം അതിലൊക്കെ എത്രയോ വലിയ, അപ്പോൾ കോൺഗ്രസ് അല്ലേ യഥാർത്ഥത്തിൽ ഇടപക്ഷം. കോൺഗ്രസ്സിലെ ഏത് മന്ത്രിയാ, ആരെയാ കാണാൻ പറ്റാതെ? കണ്ടില്ലെങ്കിൽ ആ പാർട്ടി പ്രവർത്തകൻ അവനെ അവിടെ നിന്ന് ചീത്ത വിളിക്കും. ഇയാൾ എന്തുവാ കാണിക്കുന്നതെന്ന് ചോദിക്കും. പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൻ്റെ പേരിൽ ഇവിടുന്ന് ആരും പുറത്താക്കിയല്ല, എന്ത് പറഞ്ഞാലും പുറത്താക്കിയല്ല. അതാണ് ഞങ്ങളുടെ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ പ്രവർത്തിക്കുന്നതിന്. ഇതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി, ഇതിൻ്റെ ഒരു ജനാധിപത്യം ഞങ്ങൾക്ക് ഭയങ്കര രസമാണ്. നമ്മളെ ആരും ഒന്നും കമ്പൽ ചെയ്യത്തില്ല, ഒന്നിനും നമ്മളെ ആരും ഒന്നും പണീഷ് ചെയ്യത്തുമില്ല. നമുക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ പറയാം. പിന്നെ ചില അച്ചടക്കത്തിൻ്റെ ചില അതിർവരമ്പുകളുണ്ട്. അത് കടന്നു കഴിയുമ്പോൾ മാത്രമേ അതിനകത്ത് ചോദ്യം വരുള്ളൂ. ഒരു രക്ഷയില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു കുഴപ്പമുള്ളതല്ല. ഇതെന്താ നടക്കുന്നത്? യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് പറയാൻ പറ്റും ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം ഇവിടെ നടക്കുന്നതെന്ന്? ഇപ്പൊ കേരളിന്റെ ഒക്കെ കാര്യത്തിൽ ഇന്നലെ PV അൻവറിന്റെ ഒരു ആരോപണം, 150 കോടി രൂപ എന്താ അതൊക്കെ ആ നിയമസഭയിൽ ചർച്ച ചെയ്യാനോ നിയമസഭയിൽ അവതരിപ്പിക്കാനോ അനുമതി കൊടുക്കാൻ പാടുണ്ടോ? സഭാ നേതാവ് നോ എന്ന് പറയണ്ടേ ഇത്? കാരണം ഒരാൾക്ക് അവതരിപ്പിക്കണമെങ്കിൽ അതിപ്പോൾ പാർട്ടി അറിഞ്ഞും പാർലമെന്ററി പാർട്ടി അറിഞ്ഞും വേണ്ട ചെയ്യാൻ. അല്ല, അതല്ല, ഇത്രയും ഇയാള് PV അൻവർ ഇത്രയും വിഷയങ്ങൾ അറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ ഭരിക്കുന്നത്? CPM ആണ്. അതെ, പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് ആഭ്യന്തര വകുപ്പ്, വലിയ രീതിയിലുള്ള പോലീസ് സംവിധാനങ്ങളുള്ള സ്ഥലമാണ് കേരളം. എന്നിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം പോലീസിനെ ഇത് അറിയിക്കാതിരുന്നത്? അങ്ങനെയുള്ള വലിയ വിഷയങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം സംഭവം ഇത് വരാനിരിക്കുന്ന, അതായത് ഇന്നലെ രാത്രിയിൽ പൊട്ടിയ ഒരു വലിയ, വീണ്ടും ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വലിയ അന്വേഷണം വരുന്നു, അറസ്റ്റ് വരെ ചെയ്യപ്പെട്ടേക്കാം എന്നൊക്കെയുള്ള അന്വേഷണം, അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായി ഉണ്ടാക്കിയ ഒരു സാധനമാണ് അതൊക്കെ അത്ര തന്നെ. SFIയുടെ വലിയ എന്താ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസല്ലേ അത്? അതൊരു ഇച്ചിരി സീരിയസ് കേസാണ്. സീരിയസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പല രാഷ്ട്രീയ നേതാക്കളിലും ഞാൻ കാണുന്നത്, എല്ലാവർക്കും ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും മക്കളൊരു വലിയ വീക്ക്നെസ് ആകുക. മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് അങ്ങോട്ട് ഇതെല്ലാം, കാരണം ഇതൊരു പൊളിറ്റിക്കൽ, ഇത് ജനാധിപത്യ പ്രസ്ഥാനമാണെന്നോ, ഞാൻ താൽക്കാലികമായി ഇതിന്റെ മുകളിൽ നിൽക്കുന്നോ, ഞാനിപ്പം ഇത് കഴിയുമ്പോൾ ഞാനങ്ങ് മാറി ഇത് വേറെ ആളുകൾ എന്റെ സ്വത്തല്ലെന്നെങ്കിലും അറിയണ്ടേ, ഇതെന്റെ സ്വകാര്യ സ്വത്തല്ലെന്നുള്ളൊരു വികാരമെങ്കിലും പറയണ്ടേ. അത് ഞാൻ അദ്ദേഹത്തെ മാത്രമല്ല പല നേതാക്കന്മാരെ കുറിച്ചും എനിക്ക് ആക്ഷേപമുള്ള കൂട്ടത്തിലാണ്.
ഇതെൻ്റെ കുടുംബ സ്വത്തല്ല എന്നുള്ളൊരു ഫീലിംഗ് വരണ്ടേ? ഇപ്പം അതില്ലാതെ പോയി കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ എങ്ങനെ ഇത് സഹിക്കുന്നു എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എങ്ങനെ സഹിക്കുന്നത്? എല്ലാ മെഗാ പ്രോജക്റ്റുകൾക്കകത്തും കമ്മീഷനുണ്ട്. ഈവൻ കേരളയിൽ പോലും സത്യത്തിൽ എന്താ ഒരു കേരളയിൽ എന്ന് പറഞ്ഞാൽ പിന്നെ സ്റ്റാൻഡേർഡ് ഗേജിലുള്ള ഇവിടെ നിന്ന് ഈ ഷട്ടിൽ പോകുന്ന പോലെയൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് ഇങ്ങോട്ട് വരും. ഇത് വേറൊരു ലൈനിലോട്ട് പോലും കയറാൻ പറ്റാത്ത സാധനമാണ്. അതിനുവേണ്ടി കേരളത്തെ നമ്മുടെ ഈ ശ്രീധരൻ പറഞ്ഞ പോലെ കേരളത്തെ ഈസ്റ്റേൺ കേരളവും വെസ്റ്റേൺ കേരളവും എന്ന രണ്ടാക്കി മാറ്റുമെന്ന് പറഞ്ഞല്ലോ. എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനത്തിന് വേണ്ടി ബസ്സിൽ പിടിക്കുന്നത് എന്തിനാണ്? എനിക്കതറിയാത്തത്. അതൊക്കെ പരസ്പരം ഡിസ്കസ് ചെയ്ത് പ്രതിപക്ഷമായിട്ടും ഡിസ്കസ് ചെയ്യേണ്ടതാണ്. നമുക്കൊരു പുതിയ പ്രോജക്റ്റ് ഇന്നടത്തുനിന്ന് ഫണ്ടിങ് ഉണ്ട്, നമുക്ക് എന്ന് വെച്ചാൽ ഇന്ന ഗുണങ്ങളുണ്ട്. ഇതിൽ ഭയങ്കര ദുരൂഹത, തുടക്കം തൊട്ടേ ദുരൂഹത. ഇത് ദുരൂഹതയില്ല. ഇപ്പൊ നമ്മുടെ ഈ വന്ദേ ഭാരത് വന്നിരിക്കുന്നു. വന്ദേ ഭാരതിന് നമ്മുടെ ഇപ്പം നിലവിലുള്ള ലൈൻ ഒന്ന് നേരെയാക്കിയും ഓട്ടോമാറ്റിക് പിന്നെ ആ സിഗ്നൽ സിസ്റ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്പീഡാണ്. ഏതാണ്ട് 5-6 മണിക്കൂർ കൊണ്ട് നമുക്ക് കാസർഗോഡ് അല്ലെങ്കിൽ 7 മണിക്കൂർ എത്താം. 1 മണിക്കൂറിന്റെ വ്യത്യാസമല്ല വരും. ഇപ്പൊ തന്നെ വന്ദേ ഭാരത് വലിയ സംഭവമാണ്. അതിന്റെ ആവശ്യമുള്ളൂ. ഈ ഇട്ടായാള വട്ടത്തിലുള്ള ഈ കേരളത്തിലെ എവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനത്? പരിസ്ഥിതി ഒരു മെയിൻ ഇഷ്യൂ ആണല്ലോ. അങ്ങനെ പരിസ്ഥിതിയെ പൂർണ്ണമായിട്ട് തകർത്തുകൊണ്ട് നമുക്കൊരു വികസനം നടത്തിയിട്ട് കാര്യമില്ല. പറ്റത്തില്ല. ചുമ്മാ നോർത്ത് ഇന്ത്യയൊക്കെ ആണെങ്കിൽ വിശാലമായ ലോകം കിടക്കുക, അവിടെ എതിരെ വേണേലും ഓടിച്ചോണ്ട് പോകാം. കാരണം വെറുതെ ഭൂമി ഇങ്ങനെ കിടക്കുകയല്ലേ. അതുപോലെയാണ് ഇവിടെ ഓരോ ഇഞ്ചും. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഈ കേരളം ഫുൾ നഗരമല്ലേ. ഗ്രാമം എന്ന് പറഞ്ഞാൽ വനത്തിലെങ്ങാനും പോകുമ്പോൾ വളരെ കുറച്ചല്ലേ. നഗരം അല്ലെങ്കിൽ വനം ഇത് രണ്ടുമുണ്ട്. മറ്റു ലോകത്തിലെല്ലാവിടെയും മലനാട്, ഇടനാട്, തീരപ്രദേശം അതെല്ലാം ഉണ്ട്. നമുക്കതില്ല. കംപ്ലീറ്റ് പിന്നെ നഗരമായി മാറി എല്ലായിടവും. ഇലക്ഷനിൽ മത്സരിക്കുമോ? ലോക്സഭയിൽ സാധ്യതയില്ല. എനിക്ക് അതിനുള്ള താല്പര്യവും ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല, പാർട്ടിയിൽ പറഞ്ഞിട്ടില്ല. കാരണം ഒന്നാമതായിട്ട് എല്ലാം സിറ്റിംഗ് എംപിമാരാണ്. പിന്നെ അല്ലാത്ത സീറ്റ് പറഞ്ഞാൽ ഇപ്പൊ നമുക്കുള്ളത് ആലപ്പുഴയിലേ ഉള്ളൂ. അപ്പൊ ആലപ്പുഴ നമുക്കൊന്നും പറ്റിയ ഒരു സ്ഥലമല്ല. അല്ല, കണ്ണൂർ അത് പിന്നെ ഏതായാലും നമുക്ക് അവിടെയൊന്നും മത്സരിക്കാൻ താല്പര്യമില്ല. പിന്നെ ഉള്ളത് ഞങ്ങളുടെയാണ്, എൻ്റെ സ്വന്തം സീറ്റാണ്. അത് കേരള കോൺഗ്രസിന് കൊടുക്കുന്ന സ്ഥിതിയാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ അതിപ്പം പാർട്ടി അങ്ങനെ ആയിരിക്കാൻ തീരുമാനിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കാഞ്ഞിരപ്പള്ളി തോറ്റുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ തോറ്റുപോയി എന്നുള്ള സത്യമാണ്. പക്ഷേ എങ്കിൽ പോലും കാഞ്ഞിരപ്പള്ളി ബേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ? ഞാൻ എല്ലായിടത്തും ഉണ്ട്. കോട്ടയം ജില്ലയിലും ഉണ്ട്, മൂവാറ്റുപുഴയും ഉണ്ട്, എല്ലാ സ്ഥലത്തും ഞാനുണ്ട്. ഇപ്പോൾ ഈ കോട്ടയം, എറണാകുളം, ഇടുക്കി ഈ 3 ജില്ലയിലായിട്ട് മിക്കവാറും ഞാൻ വളരെ സജീവമായിട്ടുണ്ട്. ഞാൻ ചാനലിൽ വരുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാ പാർട്ടി പരിപാടിക്ക് അതിനിപ്പോൾ എൻ്റെ ഇപ്പം നമ്മൾ രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ആക്റ്റീവായിട്ട് തന്നെ എല്ലാ സ്ഥലത്തും ഉണ്ട്. 3 ഇടത്തും ഉണ്ട്. ഓക്കെ. ഇത്രയും നേരം നമ്മളോട് സഹകരിച്ചതിന് നന്ദി. നമസ്കാരം.